എന്നിട്ട് എപ്പോൾ പോകാൻ തീരുമാനമായി? തീരുമാനം എന്തായാലും മിക്കവാറും നാളെ മറ്റന്നാൾ വായിച്ച് പോണ്ടി വരും. പൈസ കിട്ടിയ ഉടനെ ടിക്കറ്റ് നോക്കാനാണ് നിൽക്കുന്നത്. ഓക്കെ, അള്ളാഹു എല്ലാം ഖൈറിലും സന്തോഷത്തിലാക്കി തരട്ടെ. പരസ്പരം ദുആ ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما خلقنا السماء والأرض وما بينهما لاعبين. لو أردنا أن نتخذ لهوا لاتخذناه من لدنا إن كنا فاعلين. بل نقذف بالحق على الباطل فيدمغه فإذا هو زاهق ولكم الويل مما تصفون. وله من في السماوات والأرض ومن عنده لا يستكبرون عن عبادته ولا يستحسرون. يسبحون الليل والنهار لا يفترون. أم اتخذوا آلهة من الأرض هم ينشرون. لو كان فيهما آلهة إلا الله لفسدتا فسبحان الله رب العرش عما يصفون. لا يسأل عما يفعل وهم يسألون. أم اتخذوا من دونه آلهة قل هاتوا برهانكم هذا ذكر من معي وذكر من قبلي بل أكثرهم لا يعلمون الحق فهم معرضون. صدق الله العظيم. نعم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلنا من قبلك من رسول نونك الكرد من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. أنا نوتان لله നൂന്നേഷുള്ള അലിഫ് ഉച്ചാരണത്തിൽ അലിഫിന്റെ മുകളിൽ കണ്ടില്ലേ ദീർഘവൃത്തം അസ്സിഫറുൽ കബീർ വലിയ പൂജ്യം.
اتخذ الرحمن ولدا سبحانه بل عباد مكرمون لا يسبقونه بالقول وهم بأمره يعملون وهم بإخفاء لا يسبقونه بالقول وهم بأمره يعملون يعلم ما بين أيديهم وما خلفهم ولا يشفعون إلا لمن ارتضى وهم من خشيته إلا لمن ارتضى وهم من خشيته مشفقون ومن يقل منهم إني إله من دونه فذلك نجزيه جهنم كذلك نجزي الظالمين മഖ്റജ് എവിടെയാ ലോഇന്റെ നാവിന്റെ അറ്റം മേലെ പല്ലിന്റെ അറ്റമായിട്ട് തട്ടിക നാവിന്റെ തലയും മേലെ മുൻപല്ലിന്റെ തലയും അതെ കനം വരണം പറയുന്ന സമയത്ത് കനം കുറഞ്ഞ് ചെറുതാവാൻ പറ്റൂല ബോ 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 ബി ബു كذلك نجزي الظالمين أولم ير الذين كفروا أن السماوات والأرض كانتا رتقا ففتقناهما وجعلنا من الماء كل شيء حي أفلا يؤمنون وجعلنا في الأرض رواسي أن تميد بهم وجعلنا فيها فجاجا سبلا لعلهم يهتدون وجعلنا فيها مرجو فجاجا سبلا لعلهم يهتدون وجعلنا السماء سقفا محفوظا وهم عن آياتها معرضون وهو الذي خلق الليل والنهار والشمس والقمر كل في فلك يسبحون وما جعلنا لبشر من قبلك الخلد أفإن നീട്ടാനുള്ളതല്ല അതിന്റെ മുകളിൽ എന്താ ഉള്ളത് വട്ടത്തിലുള്ളത് തൊട്ട് കഴിഞ്ഞാല് അത് സൈലന്റ് അല്ലേ അതെ 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 എന്ന് പറഞ്ഞാല് തീരെ എഴുത്തിൽ മാത്രമേ ഉണ്ടാവൂ ഓത്തിലുണ്ടാവില്ല നേരത്തെ അനന്റെ മുകളിൽ കണ്ടാലേ ഇത് ദീർഘവൃത്തമല്ല ഇത് ചെറിയ വൃത്തം അസിഫുർ സഗീർ ചെറിയ പൂജ്യം ഇത് വാവിലും വരാം അലിഫിലും വരാം യായിലും വരാം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു വാവില് അലിഫില് യായില് മൂന്നിലും എഴുത്തിൽ മാത്രമേ ഉണ്ടാവുന്ന എഴുത്തിൽ മാത്രമേ ഉണ്ടാവും ഓത്തിൽ തീരെ ഉണ്ടാവില്ല നബലുവയില്ല വനബലൂക്കും ഒന്നും കൂടെ ഷീന് ഷദ്ദുണ്ട് ഖായിന് മുമ്പ് ലാമുണ്ട് ونبلوكم بالشر والخير فتنة وإلينا ترجعون حسبك أحسنت
സദഖല്ലാഹുൽ അസീം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഖുർആനിൽ 3 തവണയുണ്ട്. ഇതേ പ്രയോഗം തന്നെയുള്ളത്. ആയത്ത് പൂർണ്ണമായിട്ടല്ല, ദാഇഖത്തുൽ മൗത്ത് വരെയുള്ള ഇതേപോലെ തന്നെ. ജനിച്ചാൽ മരണമുണ്ട് എന്നർത്ഥം. മരിക്കാതിരിക്കാൻ ജനിക്കാതിരിക്കുക. സയൻസ് എത്ര പുരോഗമിച്ചാലും മരിക്കും ഉറപ്പല്ലേ. ഇപ്പൊ പിന്നെ സൈബോർഗുകളൊക്കെ വരുന്നുണ്ടല്ലോ. സൈബോർഗ് കേട്ടിട്ടില്ലേ? സൈബോർഗ് റഷ്യയിലൊക്കെ അതിൻ്റെ പിന്നെ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ഉണ്ട്. ഹ്യൂമൻ ബോഡിയിലുള്ള സെല്ലുകളൊക്കെ ചിപ്പുകളാക്കി മാറ്റിയിട്ട് എന്താണ് പ്രായം കൂട്ടുക, വാർദ്ധക്യത്തിലേക്ക് എത്താതിരിക്കാനുള്ള പരിപാടി. എല്ലാം ഹോർമോണുകളും കാര്യങ്ങളൊക്കെ മാറ്റി എല്ലാം ചിപ്പ് ഘടിപ്പിച്ച് അതീശത്വം, ലോങ് ലാസ്റ്റിംഗ് ലൈഫ് ഉണ്ടാക്കുക, മരിക്കാത്ത ജീവിതം. അത്ര ഉണ്ടാവില്ല, ഉറപ്പല്ലേ? ഉണ്ടാവില്ല. എന്ത് ചെയ്യാൻ പറ്റൂ? വാർദ്ധക്യത്തിൽ നിന്ന് മാറ്റാനേ പറ്റൂ. പക്ഷെ റൂഹ് പോയാൽ മരിക്കുമല്ലോ. മരണത്തിന് ചിപ്പല്ലല്ലോ, സെല്ലും ഹോർമോണുകളല്ലല്ലോ മരണത്തിന് നിശ്ചയിക്കുന്നത്. അത് ആത്മാവാണ്. ആത്മാവ് പോയാൽ കഴിഞ്ഞ്. അപ്പോൾ എന്ത് ആയുസ് പിന്നെ കൂട്ടാൻ പറ്റുമെന്ന് അവർ പറയുന്നത്. ശരിയല്ലേ? പണ്ടത്തെ മനുഷ്യന്മാരെ മാതിരി 200-300 വർഷം ജീവിക്കുക എന്നുള്ളത് അവർ സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അത് നമുക്കെതിരല്ല, അത് നമ്മളെ പിന്നെ മതങ്ങൾക്കെതിരല്ല. സാധാരണ പ്രായം എന്നുള്ളത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ എൻ്റെ ഉമ്മത്തിൻ്റെ സാധാരണ പ്രായം 60-70 ഇടയിലാണ്. അതിനേക്കാൾ കൂടുതലൊക്കെ ബോണസാണ്. എത്രയും ജീവിക്കാം. അത് ഖദർ നബി തന്നെ അതിനുള്ള ഉദാഹരണമാണ്. ഖദർ നബി ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്. എത്ര വർഷം? ഖദർ നബിക്ക് എത്ര വയസ്സായി? 2500 വയസ്സായി. ഒരു മിനിറ്റ്. പിന്നെ അതാണ് അതെ ഖദർ നബി അലൈഹി സ്വലാം. ഇപ്പോൾ ലോല എന്താണ് ഖിയാമത്ത് നാളിൽ മരണപ്പെടും എല്ലാവരും. മരണത്തിന് വിധേയമല്ലാത്ത ആരുമില്ല. പ്രപഞ്ചത്തിൽ അള്ളാഹു മാത്രം ഉണ്ടായിരുന്നൊരവസ്ഥയുണ്ട്. കാന അല്ലാഹു വലം യകുൻ മഅഹു ഷൈഉൻ എന്നൊരു ഹദീസുണ്ട്. വലം യകുൻ മഅഹു ഷൈഉൻ. കാന അല്ലാഹു, അള്ളാഹു ഉണ്ടായിരുന്നു, അള്ളാഹു ആയിരുന്നു, ഒന്നുമില്ലാതെ പ്രപഞ്ചത്തിൽ എന്ന് പറഞ്ഞാൽ സ്പേസോ മാറ്ററോ ടൈമോ എനർജിയോ ഊർജം പദാർത്ഥം സമയം കാലം സ്ഥലം ഇതൊന്നും ഇല്ലാത്ത സമയത്ത് അള്ളാഹു ഉണ്ട്. ഇതൊക്കെ അവസാനിച്ചതിന് ശേഷം അള്ളാഹു ഉണ്ട്. അതാണ് അവ്വൽ ആഖിർ എന്ന് പറയുന്നത്. അള്ളാഹു ബാക്കിയാണ്, അള്ളാഹു അവ്വലാണ്, അള്ളാഹു ആഖിറാണ്. തുടക്കം മുതലേ ഉള്ളവനാണ്. ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനത്തിലും ഉള്ളവനാണ്. അവസാനമുള്ളവെന്നല്ല, എല്ലാത്തിൻ്റെ അന്ത്യത്തിലും അള്ളാഹു ഉണ്ട്. എല്ലാത്തിനും മുമ്പേ തുടക്കത്തിലും അള്ളാഹു ഉണ്ട്. എല്ലാം കഴിഞ്ഞാലും അള്ളാഹു ഉണ്ട്. അതാണ് കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. പ്രപഞ്ചത്തിലെല്ലാം നശിച്ച് എന്താണ് റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്ത് പോലും മരണത്തിന് കീഴ്പ്പെടും. അള്ളാഹു മാത്രം. ലോകാവസാനത്തിന്റെ സമയത്ത് അങ്ങനെ അള്ളാഹു മാത്രം സ്വർഗവും നരകവും ഒക്കെ നേരത്തെ ഉണ്ടല്ലോ. ഇപ്പൊ ഉണ്ട്. അപ്പൊ അതും നശിക്കും, അതും നാശത്തിന് വിധേയമാകും. മറ്റേ അള്ളാഹുവിന്റെ കുൻ ഫയക്കൂൻ കഴിഞ്ഞു. ഒരു മിനിറ്റ്. ഹലോ, പറ. എന്തിനൊരു
SSF-നാണ് കൊടുക്കല്ല സാധാരണ, വിദ്യാർത്ഥി സംഘടനയുടെ കൊടുക്കുക, SOSൻ്റെ കൊടുക്കല്ല. പറഞ്ഞാൽ മതി. SSF-മായി ബന്ധപ്പെടാൻ വേണ്ടി പറഞ്ഞ വിദ്യാർത്ഥി സംഘടനയുടെ സീലാ കിട്ടേണ്ടത്, SOSൻ്റെ അല്ല. അല്ല അബ്ദുള്ള നമ്പർ കൊടുത്താൽ മതി. അബ്ദുള്ളാൻ്റെ അപ്പോ ഞാന് പിന്നെ മുമ്പ് വായിച്ചിട്ടുള്ളത് ഒരു നബി ഉണ്ടല്ലോ സ്വർഗത്തില്, ഉണ്ട്. നബി സ്വർഗത്തിലെത്തിയ ഇല്യാസ് നബി. ആ ചരിത്രം വായിക്കുന്നവർക്ക് പറയുന്നത് സ്വർഗത്തിലെത്തിയാൽ പിന്നെ മരണമില്ല, അതുകൊണ്ട് അവിടെ സ്ഥിരമായിട്ട് അത് ഔദ്യോഗികമായി സ്വർഗം പിന്നെ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം, ഇനാഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ ഔദ്യോഗികമായിട്ട് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് സ്വർഗത്തിൽ ഔദ്യോഗികമല്ല. നമ്മൾ പുറത്തിറങ്ങുമല്ലോ, പണിക്കാർ എന്ത് ചെയ്യും, പുര കിട്ടുന്നതിന് മുമ്പ് പുരൽ കയറും, പല ആവശ്യങ്ങൾക്ക് കൊണ്ട് വീട്ടിൽ കയറും, വീട്ടുകാരും കയറും, പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമല്ലോ. അതേമാതിരി വീട്ടിൽ പണിക്കാർ കയറിയിട്ട് പുറത്തിറങ്ങുന്ന അതിൽ ഇല്യാസ് നബി കയറിയിട്ട് ഇപ്പോൾ എൻ്റെ ഉള്ളിലല്ലേ മൂപ്പരും പുറത്തിറങ്ങും. ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം, കത്തിരി വെച്ചിട്ടുള്ള ഉദ്ഘാടനം റസൂലുള്ളാഹി തങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയുള്ള പിന്നെ മനുഷ്യരുണ്ടല്ലോ, ഇപ്പൊ ദുനിയാവിൽ വരാത്ത മറ്റൊക്കെ അവർക്ക് റൂഹ് ഉണ്ടാവില്ലേ? ആർക്ക്? ദുനിയാവിലേക്ക് അയക്കപ്പെടാത്ത മനുഷ്യന്മാരുണ്ടല്ലോ. ദുനിയാവിലേക്ക് അയക്കപ്പെടാത്ത മനുഷ്യന്മാരാ. അപ്പൊ ഹൂറുലീങ്ങളൊക്കെ പിന്നെ ദുനിയാവിലില്ലല്ലോ, സ്വർഗത്തിൽ മാത്രമേ ഉണ്ടാവും. അവർക്കൊക്കെ ആത്മാവ് ഉണ്ടാവും. ആത്മാവ് അവിടെ എത്തും, ആത്മാവ് ഇമ്മോർട്ടലായി മാറും. അമാനുഷികമായ ആത്മാവാണ് കിട്ടുന്നത്. ഇമ്മോർട്ടലായ ആത്മാവ് എന്ന് പറയും. നശിക്കാത്ത, നമ്മൾക്ക് ഇപ്പോൾ ഉള്ള ആത്മാവ് നശിച്ചു പോകുന്ന മോർട്ടലായ ആത്മാവാണ്. എന്താണ് പിന്നെ നമ്മൾ ഇത് പറയുന്നില്ലേ, ശാശ്വതം അനശ്വരം എന്ന് പറയുന്നില്ലേ. നശ്വരമായ ആത്മാവ് നമുക്കിപ്പോൾ ഉള്ളത്. അനശ്വരമായ ശാശ്വതമായ ആത്മാവാണ് ആഖിറത്തിൽ അള്ളാഹു സംവിധാനിക്കുന്നത്. അതുകൊണ്ട് അത് നാശത്തിന് വിധേയമാവില്ല. ആത്മാവാണ് പ്രശ്നം, ശരീരമല്ല. ആത്മാവ് നശിക്കും, എല്ലാം നശിക്കും, സർവ്വതും നശിക്കും. ആത്മാവിനൊക്കെ അള്ളാഹു നശിപ്പിക്കും. രണ്ടാമത് ചെയ്യും, അതേ രൂപത്തിൽ തന്നെ പുനർജീവിപ്പിക്കും. അതാണ് നമുക്ക് ബാസ് എന്നുള്ള പ്രയോഗത്തിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇസ്ലാമിൽ എന്തില്ല? പുനർജന്മമില്ല. ഇസ്ലാമിൽ പുനർജീവിതമേ ഉള്ളൂ. പാമ്പായിട്ടും പഴുതാരയായിട്ടും തേളായിട്ടും കാളയായിട്ടും ഒന്നും പുനർജീവിതം അങ്ങനത്തെ പരിപാടി ഇസ്ലാമിലില്ല. നമ്മളെ വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളുണ്ടല്ലോ, 10 അവതാരങ്ങളിൽ 10ാമത്തെ അവതാരം വരാതിരിക്കുകയല്ല, കൽക്കി. അതിൽ വാമനനുണ്ട്, മത്സ്യമുണ്ട്, പിന്നെ പരശുരാമനുണ്ട്, ശ്രീരാമനുണ്ട്, ബലരാമനുണ്ട്. ഇതൊക്കെ എന്താണ്? ഓരോ അവതാരങ്ങളാണ്. ഇനി 9 അവതാരം വന്നു കഴിഞ്ഞു, 10ാമത്തെ അവതാരം വരും. അതിനെക്കുറിച്ചൊരു സിനിമയിൽ ഇറങ്ങിയെന്ന് തോന്നുന്നുണ്ട്, തെലുങ്കിൽ, കൽക്കി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കൽക്കിനി എന്താണ്? വിഷ്ണുവിൻ്റെ ദശാവതാരത്തിൽപ്പെട്ട 10ാമത്തെ അവതാരമാണ്. അത് വന്ന് എന്ത് ചെയ്യും? പിന്നെ ലോകത്ത് മുഴുവനും അനീതിയും അക്രമവും വ്യാപിക്കുമ്പോൾ സത്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് വരുന്ന അവതാരമാണ് കൽക്കി. അപ്പോൾ ഇങ്ങനെ അവതാരവാദം ഇത് ഇസ്ലാമിലില്ല. തഹല്ലുൽ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട്. അതേപോലെ ക്രിസ്ത്യാനിസത്തിൽ അതുണ്ട്. തഹല്ലുൽ, യേശുവിലെന്തായി? കർത്താവായ യഹോവയുടെ ആത്മാവ് കുടികൊള്ളുകയാണ് യേശു ക്രിസ്തുവിൽ. അപ്പോൾ അവതാരവാദ ഇസ്ലാമിലില്ല. അള്ളാഹുവിൻ്റെ ഒരു എന്താണ് അവതാരമോ ഒന്നും ഒരു മണ്ണാങ്കട്ടയില്ല. അള്ളാഹു എന്നുള്ളത് ബാക്കിയൊക്കെ അടിമകളാണ്. റസൂലുള്ളാഹി തങ്ങൾ പോലും അബ്ദാണ്, അവതാരം ഒന്നുമില്ല. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ള പോലും തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി, വിശുദ്ധ ഖുർആനിൻ്റെ അടിമക്കിറക്കി കൊടുത്തു. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, ഞാൻ എൻ്റെ അടിമയെ നിശാപ്രയാണം നടത്തി, ഇസ്രാ മിറാജിന് കൊണ്ടുപോയി. ആണ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നമ്മളെ അഖീദ ശരിക്കും നമ്മൾ ഉറപ്പിക്കണം. നമ്മൾ ഏത് പിന്നെ ബൈബിളും കാര്യങ്ങളും ബാക്കി മതങ്ങളെക്കുറിച്ച് മതതാരതമ്യ പഠനങ്ങളൊക്കെ നടത്താം. പക്ഷെ നമ്മുടെ അഖീദ ഉറപ്പിച്ചിട്ട് വേണം പരിപാടി. നമ്മളെ അഖീദ ശരിക്കും ഓർക്കണം. ആത്മാവ് എല്ലിയിലുണ്ടാവും. നല്ല ആത്മാവുകളൊക്കെ എല്ലിയിലാണ്, മോശ ആത്മാവുകൾ സിജ്ജീനിലായിരിക്കും. നശിക്കും, എല്ലാം നശിക്കും. ഇന്നമാ അംറുഹു ഇദാ അറദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അതിനുശേഷം അള്ളാഹു കുൻ എന്നൊരു പ്രയോഗം നടത്തി കഴിഞ്ഞാൽ ഒക്കെ ഉണ്ടാവും. ജീവികൾ ആദ്യമായിട്ട് അള്ളാഹു എന്ത് ചെയ്യും? മലക്കുൽ മൗത്തിനിക്ക് റൂഹ് തിരിച്ചു കൊടുക്കും. മലക്കുൽ മൗത്ത് ജിബ്രീലിനിക്ക് റൂഹ് തിരിച്ചു കൊടുക്കും. പിന്നെ ഇസ്രാഫീലിന് റൂഹ് തിരിച്ചു കൊടുക്കും. പിന്നെന്താണ്?
പിന്നെ റൂഹ് തിരിച്ചു കൊടുക്കും. അങ്ങനെ ഓരോ ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കും. ആദ്യം മലക്കുൽ മൗത്തിലേക്ക് മലക്കുൽ മൗത്തിൻ്റെ ആത്മാവ് തിരിച്ചു കൊടുക്കും. എന്നിട്ട് വീണ്ടും എല്ലാവർക്കും റൂഹ് പിടിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട മലക്ക് തന്നെ എല്ലാവർക്കും റൂഹ് കൊടുക്കും. മലക്കുൽ മൗത്തുമാണ് മലക്കുൽ ഹയാത്തുമാണ് ആര്? അസ്രായിൽ. അവസാനത്തിൽ അങ്ങനത്തെ സംഭവം. പിന്നെ അവരൊക്കെ കൂടിയിട്ട് റസൂലുള്ളാഹി ഇങ്ങോട്ടേക്ക് ഭൂമിയിൽ പിന്നെ റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ഷരീഫ് നിൽക്കുന്ന സ്ഥലത്തേക്ക് വരും. കുറേ പരതിയിട്ട് കണ്ടെത്തും. റസൂലുള്ളാഹി തങ്ങളെ ഹയാത്ത് കൊടുത്തിട്ട് കൂട്ടിക്കൊണ്ടുപോകും ആഖിറത്തിലേക്ക്. അതാണ് ഫസ്റ്റത്തെ പരിപാടി. റസൂലുള്ളാഹി തങ്ങളെ എല്ലാം അണിയിപ്പിച്ച് ഒരുക്കിയിട്ട് അങ്ങോട്ടേക്ക് മഹ്ശറയിലേക്ക് കൊണ്ടുപോകും. അത് നമുക്കിപ്പോൾ നമ്മളെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. നമുക്ക് പലതും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ നമ്മളെ അതിനെ ഇമാജിനേഷനുള്ള നമുക്ക് പ്രസക്തി പോലും നമുക്കില്ല. കാരണം മനുഷ്യൻ്റെ ബുദ്ധിക്ക് വരുമ്പോൾ ചെയ്യേണ്ട. പണ്ട് കാലത്ത് ഒരു 100 വർഷം മുമ്പ് ഇവിടുന്ന് ഞങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് അമേരിക്കയിലുള്ള ഇപ്പോൾ എന്താണ് ഷാഹിദൊക്കെ ഇപ്പോൾ സൗദിയിലുണ്ടെങ്കിൽ കേരളത്തിൽ ഞാൻ സംസാരിക്കുന്നുള്ളത് അവർക്ക് ആലോചിക്കാൻ കൂടി പറ്റാത്ത പരിപാടിയല്ലേ. കണ്ടുകൊണ്ട് നേരിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത്. നമ്മൾ എല്ലാം പറ്റുന്നുണ്ട്, എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് പുതിയ പുതിയ കണ്ടെത്തൽ വരുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റും. ആ രൂപത്തിൽ തന്നെയാണല്ലോ നമ്മുടെ ബുദ്ധിക്ക് പരിമിതി ഉള്ളതുകൊണ്ട്. ഇതാ സൈബോർഗ് കാണിച്ചു നേരത്തെ. ഇത് ആർട്ടായിട്ട് വരച്ചത് കേട്ടോ. ഇത് റോബോട്ടല്ലേ? ഇത് റോബോട്ടല്ലേ, ശരിക്കും ഉണ്ട് കേട്ടോ. അതിൻ്റെ റിസർച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ? ശരിക്കും മനുഷ്യനാണിത്. അവൻ്റെ പേര് മറന്നുപോയി. ആ കമ്പനീൻ്റെ CEO ആണ് ഇപ്പോൾ ഈ സൈബോർഗ് കമ്പനീൻ്റെ CEO ആണ് എന്ത് ചെയ്യുന്നത്. അവൻ ആദ്യമായിട്ട് ഓൻ്റെ ശരീരത്തിൽ തന്നെ പരീക്ഷണം നടത്തുന്നുള്ളത്. ഓൻ്റെ ശരീരത്തിൽ തന്നെ പരീക്ഷണം നടത്തുന്നുണ്ട്, ചിപ്പെല്ലാം ഘടിപ്പിച്ചിട്ട്. പിന്നെ അങ്ങനത്തൊക്കെയാണ് കഥ. അങ്ങനെ അഖീദയെ നമ്മൾ നല്ലോണം ഉറപ്പിക്കണം. അഖീദ ശരിക്കും. അല്ലെങ്കിൽ മറ്റ് വല്ലതും വായിച്ചു പോകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അക്കരെ പച്ച തോന്നുകയും ആകർഷണം ഇത് തോന്നിയിട്ട് നമുക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ കിതാബുകളുണ്ട് ബേസിക്കായിട്ട് നമ്മൾ അവിടെ ഓതിയിട്ടുണ്ടല്ലോ മുമ്പ്. കിഫായത്തുൽ അവാം എന്ന് പറയും. അള്ളാഹുവിൻ്റെ സിഫാത്ത്, നബിമാരുടെ സിഫാത്ത്, ഉണ്ടാവൽ നിർബന്ധമായ സിഫത്തുകൾ, ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്ത്. അഖീദ ഭദ്രമാക്കാതെ നമ്മൾ എന്തിലേക്കെങ്കിലും ഇപ്പോൾ യുക്തിവാദികളുടെ പ്രസംഗമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ പ്രസംഗമോ അവരുടെ സുവിശേഷങ്ങളോ ബൈബിളോ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ, ഭഗവത്ഗീത ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്കൊരു അട്രാക്ഷൻ തോന്നിയാൽ കഴിഞ്ഞ് നമ്മളെ ഈമാൻ നഷ്ടപ്പെട്ടു. നമ്മളെ ഈമാൻ ആദ്യം അരക്കിട്ടിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് വായിച്ചാലും പ്രശ്നമില്ല. അതൊക്കെ മനസ്സിലാക്കാനുള്ള അടിസ്ഥാനത്തിൽ മാത്രം, താരതമ്യ പഠനം ചെയ്യാൻ വേണ്ടി മാത്രം. നമ്മളെ ചില യൂട്യൂബ് ചാനലുകളൊക്കെ പരിശോധിച്ചാൽ പിന്നെ ഷാനിദ്ഖാൻ വേണം മനസ്സിലാവും, അടിച്ചുകൊടുത്താലും. പിന്നെ സജീർ ബുഖാരി എന്നോ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിൽ നിന്നൊക്കെ അടിച്ചുകൊടുത്താൽ മതിയാവും. സജീർ ബുഖാരി അല്ലെങ്കിൽ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിൽ, അവരൊക്കെ മതതാരതമ്യ പഠനത്തിൽ അഗ്രഗണ്യന്മാരാണ് നമ്മളെ മേഖലയിൽ. ക്രിസ്ത്യാനിസവും നാസ്തികതയൊക്കെ പിന്നെന്താണ് ജ്യൂസ് അടിച്ച് കുടിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് താരതമ്യ പഠനം നടത്തി അവലോകനം ചെയ്യുന്ന ആൾക്കാരാണ്, നല്ല ഉഷാറായിട്ട്. ഇബ്രാഹിം സഖാഫി ഉസ്താദിനും സജീർ ബുഖാരിക്കൊക്കെ ബൈബിൾ ഫുള്ള് കാണാപ്പാടും. ഖുർആൻ ഹിഫ്ള് മാതിരി ബൈബിൾ ഫുള്ള് ഹിഫ്ളാണ്. അവരിങ്ങനെ പിന്നെ പള്ളിയിലെ അച്ഛന്മാർ, ഇടവകയിലെ അച്ഛന്മാർ സുവിശേഷം പറയുന്ന അതിലിങ്ങനെ ഓരോ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം, സങ്കീർത്തനം, ആവർത്തന പുസ്തകം അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതിൻ്റെ ഓരോ പുസ്തകത്തിൽ ഓരോ ചാപ്റ്ററിൽ ഓരോ സൂക്തങ്ങൾ ഇങ്ങനെ പറയും, എണ്ണി പറയും. അവരെ വാദങ്ങൾ പൊളിക്കാൻ വേണ്ടിയിട്ട് ബൈബിൾ വെച്ചിട്ട് തന്നെ ക്രിസ്ത്യാനിസത്തെ തകർക്കാൻ പറ്റും. നമുക്ക് ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ ബൈബിൾ വെച്ചിട്ട് തന്നെ ക്രിസ്ത്യാനിസത്തെ നമുക്ക് പൊളിക്കാൻ പറ്റും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതാണ്
അതാണ് ഇൻഷാ അല്ലാഹ്. നമുക്ക് തജ്വീദ് എന്ന് എടുത്തു കഴിഞ്ഞാൽ മൂപ്പരില്ല, അപ്പോൾ പ്രയാസമാവും, നമുക്ക് അടുത്തേലെടുക്കാം നാളെ ലാസ്റ്റ് ആഴ്ച ഇൻഷാ അല്ലാഹ്. നാളെ ദർശ ആയിരിക്കൂലേ? നാളെ ഫിഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.